ഹരി എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീത 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്നതിൽ ശ്രദ്ധയുടെ ഓരോരോ തലങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ആളുകളുടെ ആഹാരം അതെങ്ങനെയാണ് സാത്വികവും രാജസികവും താമസികവുമായി വേർപിരിഞ്ഞ് നിൽക്കുന്നത്, അതുപോലെ അവരുടെ ദാനം, യജ്ഞം ഇത്യാദി കാര്യങ്ങളിലെല്ലാം നമ്മുടെ എല്ലാ ചെയ്തികളിലും അതെല്ലാം തന്നെ എങ്ങനെ സാത്വിക രാജസിക താമസിക ഭാവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായവും കൂടിയാണ്. കാരണം ഇതിലാണ് നമ്മളെ ഇങ്ങനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒന്നാണ്. അത് നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് ഇതിലാണ്. ഇത് എന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ ഇതിലിപ്പോൾ ശരി തെറ്റുകളെ കുറിച്ചല്ല. ഇപ്പം നമ്മളാണ് ഇതാണ് ഉത്തമം, അതാണ് മധ്യമം, അധമം എന്നൊക്കെ പറയുന്നത് ഇവിടെ പറയുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഗീതയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. നമുക്ക് താല്പര്യം എഴുതാപ്പുറം വായിക്കാനാണ്. ഗീത എങ്ങനെയാണ് പറഞ്ഞതെന്ന് നമ്മൾ അങ്ങോട്ട് പറയാം. ഗീത അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗീത പറയുന്നു, ആഹാരത്തിലെ ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞ തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. ഇതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു വെച്ചത്. എന്താണ് സർവസ്യ പ്രിയം, എല്ലാവർക്കും പ്രിയപ്പെട്ട ആഹാരം ഇതേപോലെ മൂന്നായിട്ട് തീരുന്നുണ്ട്. അതുപോലെ യജ്ഞം എന്ന് പറഞ്ഞാൽ ഇഷ്ടിക നിരത്തി ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ യജ്ഞം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ഇഷ്ടിക നിരത്തി ചെയ്യുന്നതും യജ്ഞം തന്നെ. അതല്ലാതെ ഇപ്പോൾ ഈ യജ്ഞം എന്നുള്ള വാക്ക് നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ വ്യാവഹാരിക ലോകത്തിൽ നമ്മൾ ഈ യജ്ഞം എന്നുള്ള പേര് ചൊല്ലി പല പരിപാടികൾക്ക് നമ്മൾ ആ പേരുകൾ നൽകുന്നുണ്ട്. പോളിയോ നിർമ്മാർജ്ജന യജ്ഞം എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടിക നിരത്തി എന്തെങ്കിലും ചെയ്യുന്നതാണോ? അല്ല. സന്നദ്ധ പ്രവർത്തകർ കൂട്ടമായി ചേർന്ന് ഓരോ വീടുകളിലും ബോധവൽക്കരണമൊക്കെ നടത്തി ചെയ്യുന്ന, അതിനൊക്കെ ഏതെങ്കിലും വിധത്തിൽ വിധേയമാകാതിരിക്കാൻ വേണ്ടി, അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടുന്ന അതിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന കൂട്ടായ പ്രവർത്തനത്തിനാണ് നമ്മൾ ഈ പോളിയോ നിർമ്മാർജ്ജന യജ്ഞം, വായ്പാ യജ്ഞം, ആ യജ്ഞം, ഈ യജ്ഞം, പല യജ്ഞങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതിലെന്തുണ്ട്? സമൂഹത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ച് കളക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിൽ വിഭവസമാഹരണമുണ്ട്. അതിന് യജ്ഞത്തിൻ്റെ ഘടകങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് വിഭവ സമാഹരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതിനെയും കളക്ട് ചെയ്യണം. അവിടെ മേശ, കസേര, മൈക്ക് സെറ്റ് മുതൽ വിഭവ സമാഹരണമാണ്. അതിന് നോട്ടീസ് അടിക്കലൊക്കെ വിഭവ സമാഹരണമാണ്, ആളുകളെ എത്തിക്കുക എന്നുള്ളത്. അതുപോലെ പ്രസാദ വിതരണം എന്ന് പറയും. പ്രസാദ വിതരണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് നൽകുന്നത് എന്താണോ അത് പ്രസാദ ബുദ്ധിയല്ല. അല്ലാതെ തൂശൻ ഇലയിൽ എന്താ പറയുക, പൂവും കദളിപ്പഴവും മുറിച്ച് അതിൽ ചന്ദനവും കുങ്കുമവും വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല പ്രസാദം. അവിടുന്ന് കൊടുക്കുന്ന മരുന്ന് പ്രസാദമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രസാദമാണ്. ശേഷിച്ചത് അനുഭവിക്കുക, ഉച്ഛിഷ്ടഭോഗം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വല്ലവനും കഴിച്ചിട്ടത് എന്നല്ല, അതിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുള്ളതിനെ പങ്കുവയ്ക്കുക എന്നുള്ളതുണ്ട്. അപ്പോൾ ആ ടേംസ് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന് വേറെ ഒരു അർത്ഥങ്ങളാണ് നമ്മൾ നൽകുന്നതെങ്കിൽ എന്ത് ചെയ്യാനാ? അപ്പോൾ ഇവിടെ അതുപോലെ ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞത് എന്താ? എല്ലാവർക്കും പ്രിയപ്പെട്ട സർവസ്യ പ്രിയ ആഹാര, എല്ലാവർക്കും പ്രിയപ്പെട്ട ആഹാരം തന്നെ ത്രിവിധാഭവതി, ഇങ്ങനെ 3 പ്രകാരത്തിലായി തിരിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് കേൾക്കൂ. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ദാനം, ഓരോരുത്തരും ചെയ്യുന്ന ദാനം 3 പ്രകാരത്തിലാണ്. യജ്ഞം, അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ, അത് 3 പ്രകാരത്തിലാണ്. ഇതൊക്കെ തപസ്, ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കായിട്ട് അനുഷ്ഠിക്കുന്ന തപസ്, അത് 3 തരത്തിലാണ്. ഒരു 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി ഉറക്കൊഴിഞ്ഞ് പഠിക്കുന്നത് തപസ്സാണ്.
ഏതെങ്കിലുമൊക്കെ എൻട്രൻസ് എഴുതിയെടുക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നു, രാത്രി ഉറക്കൊഴിയുന്നു, പലതും മാറ്റിവെച്ച്. അപ്പോൾ ഒരു ഒന്നിലേക്ക് ഏകാഗ്രപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തപസ്സാണ്. തപസ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി ഇരിക്കുക, വെറും സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ആശ്രമം, കാട്, കാവി, താടി, ഇതൊക്കെ ആയിട്ടാണ് നിങ്ങളതിനെ കാണുന്നതെങ്കിൽ നമ്മൾ വളരെ സങ്കുചിതമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മളായിട്ട് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതല്ല. അന്ന് ഉപയോഗിച്ച വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സംസ്കൃത നിഘണ്ടുവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ആഹാരത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയുന്നു. 8ാമത്തെ ശ്ലോകം, 17ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ആയു സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനാ രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാ ആഹാരാ സാത്വികപ്രിയാ. സാത്വികർക്ക് പ്രിയപ്പെട്ടത്. നോക്കൂ, നമ്മൾ ഈ ഗീതയിൽ അല്ലെങ്കിൽ നമ്മുടെ വേദാന്ത ശാസ്ത്രങ്ങളിൽ നമുക്ക് നമ്മളിൽ പലരും തെറ്റായി പലതും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഇതിൽ നിന്നൊക്കെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടാണ്. അതിലൊന്നാണ് ഈ സാത്വികർ എന്ന് കേൾക്കുമ്പം, അതായത് ഇവിടെ എന്താ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇന്ന് സമൂഹത്തിൽ ഇപ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് ഭഗവത്ഗീത ഈ ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഭഗവത്ഗീത ഒരിക്കലും പറഞ്ഞിട്ടില്ല ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വർത്തമാന സമൂഹത്തിൽ പറയുന്ന നമ്പൂതിരി അല്ലെങ്കിൽ ഇമ്പ്രാന്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ പറയുന്നുണ്ടല്ലോ, വർമ്മ, അടിയോടി, ഇങ്ങനെ ഓരോ ജാതികളെ. ഈ ജാതികൾ ഇന്നെന്ന ജാതികൾ ഇതാണെന്ന് ഒരിക്കലും ഗീത പോലുള്ള ധർമ്മശാസ്ത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതൊക്കെ പിന്നീട് ഉണ്ടായിട്ട് അവർ അതിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ സാത്വികരായിട്ടുള്ള ആളുകൾ അത്രയേ ഉള്ളൂ, അതാരും ആവാം. സാത്വികർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണത്തെക്കുറിച്ച് പറയും. അവർ സാത്വികരാണ്. എന്താണ് അവരുടെ ഭക്ഷണത്തിൻ്റെ രീതി? എന്താണ്, ഏത് ഭക്ഷണമാണ് അവരിഷ്ടപ്പെടുന്നത്? ആയു സത്വ ബല ആരോഗ്യ സുഖ പ്രീതി വിവർധനാഹ രസ്യാഹ സ്നിഗ്ധാഹ സ്ഥിരാ ഹൃദ്യാഹ ആഹാരാഹ സാത്വികപ്രിയാഹ. സാത്വികർക്ക് പ്രിയമായിട്ടുള്ള ഭക്ഷണം. ആയുസ് അതവർ പ്രധാനമായിട്ട് നോക്കും. ആരോഗ്യത്തിന് ഹാനികരമാണോ? അവർ ആ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് അവരതിനെക്കുറിച്ചൊരു ആലോചന ഉണ്ടാവും. മനസ്സ് അവരുടെ ആ മനസ്സ്, അതായത് ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന, ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ നാഥനായിട്ടുള്ള മനസ്സ് ഇത് വേണോ വേണ്ടേ എന്നുള്ളത് ഉടനെ തീരുമാനിക്കും. അതിൻ്റെ നിറം, അതിൻ്റെ ഭംഗി, അതിൻ്റെ ഗന്ധം, അത് മനോഹരമായി പാക്ക് ചെയ്തിട്ടുള്ളത് കണ്ടാൽ എന്താ പറയുക, കൊതിയൂറും വിധം, അതൊന്നും അവരെ സംബന്ധിച്ച ഒരു വിഷയമല്ല. അത് സ്വീകരിക്കില്ല. അവർ ആഹാരത്തെ ആയുസ്സിൻ്റെ പ്രധാന ഘടകമായിട്ട് കണക്കാക്കുന്നു. എന്തിൻ്റെ ആയുസ്? നമ്മുടെ സെൻസസിൻ്റെ ആയുസ്. അതിന് ഒരു കാലപരിധി പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ വിരുദ്ധമായ ആഹാരങ്ങളിലൂടെ അതിൻ്റെ കാലപരിധിക്ക് ഭംഗം ഉണ്ടാക്കരുത്. അപ്പോൾ അതിൽ കാഴ്ചകളും എല്ലാം പെടുന്നതാണ്. അതുകൊണ്ടാണ് ഈ ശാന്തി മന്ത്രത്തിൽ
ഭദ്രം കർണേഭി ശൃണുയാമ ദേവ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാകും സസ്തനൂഭി വ്യശേമ ദേവഹിതം യദായുഹു. യത് ആയുഹു, എത്ര ആയുസ് നിശ്ചയിച്ചിട്ടുണ്ടോ ആ ആയുസ്സിനെ പൂർത്തീകരിക്കുന്നതിന് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനും സാധിക്കണം. അതുകൊണ്ട് ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഭദ്രമായിരിക്കണം. അതും എന്താണ്, ഭക്ഷണം തന്നെയാണ്. കണ്ണിന് കിട്ടുന്ന കാഴ്ചകൾ, കാത് കേൾക്കുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെ ആഹാരമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ദ്രിയങ്ങളുടെ ഓജസ്സിനും തേജസ്സിനും ഗുണപരമായി ഭവിക്കുന്നതാണോ എന്നുള്ളതിൽ ഒരു തിരഞ്ഞെടുപ്പിന് ആ ആവശ്യമുള്ളതിനെ സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. തനിക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള, അത് പേടികൊണ്ടല്ല, നമ്മൾ വിചാരിക്കും പേടികൊണ്ടാണ്, അല്ല, അത് അവർക്ക് അതിൽ താല്പര്യമില്ല, അത് വേണ്ട. അത് ഇപ്പം എന്താണ്, ആയുസ് അതിൻ്റെ പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ആയുർവേദം എന്ന് പറയുന്നത് തന്നെ അതാണ്, ആയുസ്സിനെ സംബന്ധിക്കുന്നതാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആയുസ്. അതുപോലെ സത്വം എന്ന് പറഞ്ഞാൽ ഓജസ്, ബലം തന്നെ, ആരോഗ്യം, സുഖം, തൃപ്തി, ഇത് വർദ്ധിപ്പിക്കുന്നത്. ഈ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു സുഖമാണ്. മറ്റേതല്ല, എവിടെയെങ്കിലും പോയി അങ്ങോട്ട് കിടന്നുറങ്ങണം എന്ന് തോന്നും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര ഇത് പെരുമ്പാമ്പ് എന്തിനെയോ വിഴുങ്ങിയത് പോലത്തെ ഒരു അവസ്ഥയാണ്. മറ്റേതങ്ങനെയല്ല. അങ്ങനെയുള്ള എന്തൊക്കെയാണ് രസ്യാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രസമുള്ളത്. ഈ രസം ഓരോരുത്തർക്കും, ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി, പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല ആവശ്യത്തിനൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നും. നല്ല തണ്ണിമത്തൻ, ഓറഞ്ച്, അങ്ങനെയുള്ള നല്ല നല്ല ജ്യൂസുകളുണ്ടല്ലോ, നല്ല ഫ്രഷായിട്ട് കിട്ടുന്ന ജ്യൂസ് കടകളുണ്ട്. പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ ജ്യൂസ് പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രത്യേകം പറയുന്ന ഒന്ന്, ഐസ് ഇടരുത്, മധുരവും ഒഴിക്കരുത്. അതിലവർ സാക്കറിൻ അങ്ങനെ ഒഴിക്കുക. അത് ഇപ്പോൾ തണ്ണിമത്തനാണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ഒരുമാതിരിപ്പെട്ടതിലെല്ലാം തന്നെ അവരവിടെ ഒരു ലിക്വിഡാക്കി ഈ സാക്കറിൻ കലക്കി, പഞ്ചസാരയുടെ ഹൈ ഡോസ് കലക്കി വെച്ചിട്ടുണ്ട്. അതിൽ നല്ലോണം ഒഴിക്കും. എന്നിട്ടാണ് അവർ തരുന്നത്. അതിൻ്റെ സ്വതസിദ്ധമായതിനെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. അപ്പം ഈ ഏത് പഴവർഗ്ഗങ്ങളാണെങ്കിലും, അത് നാരങ്ങയാണെങ്കിലും തണ്ണിമത്തനാണെങ്കിലും അതിനൊരു മധുരമുണ്ട്. ആ മധുരത്തെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മധുരവും ഇല്ല എന്ന് ഇതെങ്ങനെയത് കുടിക്കുന്നത്? കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ശരിയായ ശേഷികളെല്ലാം തന്നെ ഈ ബേക്കറി സാധനങ്ങൾ കഴിച്ച് സർവ്വതും പോയിരിക്കുകയാണ്. നമ്മുടെ രസമുകുളങ്ങളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമുക്ക് വേണ്ടത്. അതിപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഈ കച്ചവട താല്പര്യത്തെ മുൻനിർത്തി ഇങ്ങനെ ഓരോന്ന് അടിച്ചു കയറ്റാൻ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഇളനീരിൽ ഒരു റിപ്പോർട്ട് ഒരിക്കൽ കണ്ടിരുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മരുന്ന് ഇവരിതിൻ്റെ കടയ്ക്കൽ വയ്ക്കുന്നുണ്ട്. അത് പെട്ടെന്ന് നല്ല മധുരമുള്ള വെള്ളം ധാരാളം തരുന്നതിന് സഹായിക്കും. നോക്കൂ, അപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് നല്ല കുടിക്കാൻ താല്പര്യം. ഇപ്പോൾ അതിൻ്റെ ബോധവൽക്കരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇളനീരാരും കുടിക്കാത്ത അവസ്ഥയായി. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്തിനും പഴമൊക്കെ വെട്ടിയിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുക. അപ്പോൾ അതിൻ്റെ സ്വതസിദ്ധമായതിനെ നമ്മൾ മറന്നുപോയിരിക്കുന്നു. അതിൻ്റെ സ്വതസിദ്ധമായ രുചി ഏതാണെന്നുള്ളത് അതിനെയാണ് ഇവിടെ പറയുന്നത് രസ്യാഹ. അങ്ങനെ രസമുള്ളതായിട്ടുള്ള സ്നിഗ്ധാഹ. സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ളത്. നെയ്യൊക്കെ സാത്വികമായ
ആഹാരമാണ്. എന്തും വാരി കുടിക്കുക എന്നുള്ളതല്ല, എന്തായാലും എല്ലാറ്റിനും ഒരു കണക്കുണ്ട്. കൊഴുപ്പ്, സ്നിഗ്ധാഹ, സ്ഥിര എന്ന് പറഞ്ഞാൽ നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നതാണ് സ്ഥിരമായി. അത് മുളപ്പിച്ച പയറുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അതാണ്. ഹൃദ്യാഹ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദ്യാഹ ഹൃദയത്തിന് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരം അതെന്തോ ആവട്ടെ, അതിൻ്റെ ആ പിറകിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന് അത് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ്. കോഴിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങളത് കഴിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മൾ പറയുകയാണ് അതിൻ്റെ ഒരു പൂർവ്വ രൂപമുണ്ട്. എങ്ങനെയാണ് ഈ കോഴി, ഞാൻ കഴിക്കുന്ന ഈ മാംസം ഇതിൻ്റെ ഈ പരുവത്തിലെത്തിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഹൃദ്യമല്ല. കാരണം അതിനെ കൊല്ലുന്നുണ്ട്, അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അതിനെ കാണുമ്പോൾ, ഈ പാകം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കാണുമ്പോൾ തന്നെ കുറച്ചൊരു വിഷമം ഉണ്ടാക്കുന്നതാണ്. അപ്പം അതൊന്നും അത്തരത്തിലുള്ള എന്താ ഹൃദ്യങ്ങളല്ല. അപ്പം നമുക്ക് നല്ലൊരു പച്ചക്കറി തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പാകപ്പെട്ട് നിൽക്കുന്ന വെണ്ടയ്ക്കയാണെങ്കിലും അതെ, ഏത് പച്ചക്കറി വർഗ്ഗങ്ങളാണെങ്കിലും, തക്കാളി, പഴവർഗ്ഗങ്ങളാണെങ്കിലും അതെ, ഇതൊക്കെ ആ ഫാമിൽ ആ നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനും അപ്പം തന്നെ കഴിക്കാനും ഒക്കെ തോന്നുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു കോഴി ഫാമിൽ പോയ ഒരു കോഴിയെ കണ്ടാൽ അങ്ങനെ തന്നെ കഴിക്കാൻ തോന്നുമോ? കുറുക്കന് മാത്രമേ തോന്നുള്ളൂ. അത് കുറുക്കന് ഹൃദ്യമാണ് എന്ത് കോഴി, നമുക്ക് ഹൃദ്യമായിട്ടുള്ള ആഹാരമാണോ? അല്ല. അപ്പോൾ ആ ഹൃദ്യങ്ങളായതാണ് ആര് തിരഞ്ഞെടുക്കുന്നത്? ആഹാരാഹ സാത്വിക പ്രിയാഹ, സാത്വികന്മാരുടെ പ്രിയപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞാൽ അത്തരം ആഹാരങ്ങളാണ്. അത് ബ്രാഹ്മണൻ്റെ ആഹാരമാണോ, ക്ഷത്രിയൻ്റെ ആഹാരമാണോ, വൈശ്യൻ്റേതാണോ, ശൂദ്രൻ്റേതാണോ എന്ന് പറയുന്ന, നമ്മളിപ്പോൾ പറയുന്ന വേറെ ഏതെങ്കിലും ഗണത്തിൽപ്പെട്ടവരുടേതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്വിക പ്രിയർ, സത്വഗുണപ്രധാനികളായിട്ടുള്ള ആളുകൾ ഇത്തരം ആഹാരങ്ങളെ സ്വീകരിക്കും. അതിലെന്തൊക്കെ ഉണ്ടാവും? ഈ പറഞ്ഞതുപോലെ ഇലക്കറികളുണ്ട്. അതിൽ ഈ പറഞ്ഞ ഈ ഇലക്കറിയിൽ സ്നിഗ്ധാഹ, വെണ്ടയ്ക്കയിലുണ്ട്, മുരിങ്ങയിലുണ്ട്, ഇതിലൊക്കെ ഇങ്ങനെയുള്ള ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട്. ആഹാരത്തെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഇതിൽ പോയി കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ കുറേ നിഷിദ്ധങ്ങളായിട്ടുള്ള പച്ചക്കറി വർഗ്ഗങ്ങളിൽ തന്നെ ഉണ്ട്. നിഷിദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പ്രകൃതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ജീവജാലങ്ങൾക്കുള്ള ആഹാരം പ്രകൃതിയിലുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ പലരും ഈ മനുഷ്യൻ മാത്രം വിരുദ്ധങ്ങളായിട്ടുള്ള ആഹാരങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. മറ്റുള്ളവരൊന്നും വിരുദ്ധാഹാരം സ്വീകരിക്കുന്നവരല്ല. അവർക്ക് പ്രകൃതി അനുവദിച്ചത് അവർ കഴിച്ച് അതിൽ സന്തോഷം കൊണ്ടുവരുന്നവരാണ്. പിന്നെ നമ്മൾ വളർത്തുന്ന ചില മൃഗങ്ങളൊക്കെ അങ്ങനെ കഴിക്കുമായിരിക്കും, മറ്റതൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കത്ര വലിയ വെളിപാടില്ല അക്കാര്യത്തിൽ, ആഹാരത്തിൻ്റെ കാര്യത്തിൽ, അതേതാണ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ സാത്വിക പ്രിയർ ഇത് ഇഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ളത്. മറ്റതൊന്നും ഇപ്പോൾ ഈ പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, മണ്ണിൻ്റെ അടിയിലുണ്ടാവുന്ന കിഴങ്ങ് കപ്പ, അതുപോലെ ഉരുളക്കിഴങ്ങ്, കുറേ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. അതെല്ലാം തന്നെ അങ്ങനെയുള്ള ജീവജാലങ്ങളാണ് കൂടുതൽ കഴിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് അവരത് വന്ന് എടുക്കുന്നത്. ഈ എലി, പെരിച്ചാഴി, ഇതൊക്കെയാണ് വന്നിട്ട് ഈ കപ്പയും അതൊക്കെ അത് കഴിക്കുക. അതിൻ്റെ ഭക്ഷണമാണത്.
അത് ഈ പറഞ്ഞ പോലെ തക്കാളി ഇതൊന്നും കഴിക്കാനോ അത് നിൽക്കാറില്ല, അല്ലെങ്കിൽ വാഴപ്പഴം കഴിക്കാനോ അതൊന്നും വരില്ല. വാഴപ്പഴം കഴിക്കുന്ന കിളികളും അത് അവർക്കുണ്ട്, നമുക്കും കഴിക്കാം അതൊക്കെ. അപ്പോൾ അതിൽ തന്നെ പറഞ്ഞു വന്നത് ഈ കിഴങ്ങൊക്കെ തമോ ഗുണത്തിൻ്റെ ഭക്ഷണമായിട്ടാണ് പറയാറ്. മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ മണ്ണിൻ്റെ അടിയിൽ, അതെല്ലാം എന്താണ് ഈ സാത്വികപ്രിയമായിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ്. ഇതിൽ തന്നെ കുറേ കൂടിയ കുറഞ്ഞും ഗ്രേഡ് ഉണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, വെജിറ്റേറിയൻ എന്ന് നമ്മൾ പറയും അല്ലേ. ഈ ഫ്ലൈറ്റിലൊക്കെ നിങ്ങൾ അവർ ചില ഓപ്ഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ദൂരേക്കൊക്കെ പോകുന്ന ഫ്ലൈറ്റിൽ. അപ്പോൾ അവരതിൽ വെജിറ്റേറിയൻ ഉണ്ട്, അതിൽ ഏഷ്യൻ വെജിറ്റേറിയൻ ഉണ്ട്, അതുപോലെ ജൈനന്മാരുടേതുണ്ട്, പിന്നെ വീഗൻ ഉണ്ട്. വീഗൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, അവർ ഈ തേന്, ഡയറി ഉൽപ്പന്നങ്ങൾ അങ്ങനെയുള്ള ഒന്നും സ്വീകരിക്കില്ല. അതൊന്നും വീഗൻ്റെ ഭക്ഷണങ്ങളല്ല. അപ്പോൾ വീഗൻ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, വെജിറ്റേറിയനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. സാധാരണ ഒരു വെജിറ്റേറിയൻ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യും ചീസും ഈ പറഞ്ഞ പനീറും മിൽക്ക് പ്രോഡക്റ്റുകളെല്ലാം തന്നെ, തേൻ, ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ വീഗൻ അതാണോ? അല്ല. അപ്പോൾ അവർ കുറേയും കൂടെ അതിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്യുവർ വെജ് എന്നൊക്കെ, നമ്മൾ പ്യുവർ വെജ് എന്ന് പറയുന്നിടത്ത് പ്യുവർ വെജ് ആണോ? അല്ല, ഒരു ബ്രാൻഡ് മാത്രം, ടൈറ്റിൽ മാത്രമാണ്. അപ്പോൾ ഇതിൽ തന്നെ വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ ജൈന സമ്പ്രദായത്തിലുണ്ട്, അവർ ഈ പറഞ്ഞ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കഴിക്കില്ല, ഉള്ളി അതൊന്നും കഴിക്കാത്തവർ. പിന്നെ ഒരു കൂട്ടരുണ്ട്, നമ്മുടെ ഇന്ദ്രിയത്തിന്, ഇപ്പോൾ നമ്മൾ അതിനെ ഫ്രഷായിട്ട് കടിച്ചു കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളിക്കൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന, അതിന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഒന്നിനെയും കഴിക്കില്ല. അതൊന്നും എന്തല്ല, രസ്യാഹ, അതിൽ പെടില്ല. അപ്പം അങ്ങനെ പല അതിൽ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ ലോകത്തിൽ. അപ്പോൾ ആയുസത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർധനാഹ രസ്യ സ്നിഗ്ധ സ്ഥിരാഹൃത്യ ആഹാര സാത്വികപ്രിയ. ഇതാണ് സാത്വികപ്രിയരായിട്ടുള്ളവരുടെ ആഹാരം. അപ്പോൾ ഈ ആഹാരം ഇഷ്ടപ്പെടുന്ന ആളെ നിങ്ങൾ എന്ത് ജാതിയോ മതമോ എന്തെങ്കിലുമൊക്കെ അയാൾക്കുണ്ടാവും, അതൊന്നും അല്ല വിഷയം. ഇതാണ് അയാൾ ഇതാണോ ഇഷ്ടപ്പെടുന്നത്. തുടർന്ന് കട്വംളലവണാത്യുക്ഷ്ണ തീക്ഷ്ണരൂക്ഷവിദാഹിന ആഹാര രാജസസ്യേഷ്ട ദുഃഖശോകമയപ്രദാഹ. ആ പറയുന്നത് തന്നെ കുറച്ച് കഠിനമായിട്ടാണ്. കട്വംളലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷ വിദാഹിന. കടു, നമ്മൾ പറയും കടുമാങ്ങ എന്നൊക്കെ പറയും, അത് തന്നെ ഭയങ്കര എരിവ് കടു. പിന്നെയോ പുളിയിഞ്ചി, കടുമാങ്ങ, ഇതെല്ലാം എന്താണ്, സാത്വിക ഭക്ഷണമാണോ? അല്ല. അപ്പോൾ നമ്മൾ ഈ സദ്യയിൽ വിളമ്പുന്ന എല്ലാം സാത്വികമാണോ? ഓണത്തിന് കഴിക്കുന്ന, നിങ്ങൾ ഈ പറയുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്ന കൂട്ടർ കഴിക്കുന്നത് സാത്വികമാണോ? അല്ല. ഇവിടെ പറയും അതിയായിട്ടുള്ള എരിവ്, കട്വംള ലവണാത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിന. പുളി, അതുപോലെ ഉപ്പിലിട്ടത്. പിന്നെയോ ചൂട്, നല്ല ചുടുക്കനെ എന്നാണ്, ചൂട്. ആ ചൂടിലിങ്ങനെ ഇലയിൽ ഒഴിക്കുമ്പോൾ
ഇല ഇങ്ങനെ എന്താ പറയുക വാടണം, അതേപോലെ ശാപ്പിടും. ചൂട് എന്താണ് രൂക്ഷവിദാഹിന. അതിങ്ങനെ കഴിക്കുമ്പം തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെയുള്ളത്. അപ്പോൾ ഇതിൽ പലതും ഉണ്ട്. കട്വമ്ല ലവണാത്യുഷ്ണ രൂക്ഷ തീക്ഷ്ണ രൂക്ഷവിദാഹിന എന്ന് പറയുന്നിടത്ത് വെജിറ്റേറിയനും ഉണ്ട്, നോൺ വെജിറ്റേറിയനും ഉണ്ട്. രണ്ടും ഈ ഒരു അവസ്ഥയിലാണ്. ദുഃഖശോകമയപ്രദാഹ, ഇത് ദുഃഖത്തെയും രോഗത്തെയും ഉണ്ടാക്കുന്നതാണ്. അതിനാണിത് കാരണമാവുന്നത്. ഇങ്ങനെയുള്ള ആഹാരം രാജസസ്യ ഇഷ്ടാഹ, രജോ ഗുണികൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൽ സത്വഗുണം ഉണ്ടാവും, രജോ ഗുണം ഉണ്ടാവും. ഒരു ഇലയിൽ ഈ പറഞ്ഞ മൂന്നും ഉണ്ടാവും, തമസും ഉണ്ടാവും. നമ്മളിത് മൂന്നും മിക്സ് ചെയ്ത് കഴിക്കുന്നവരായിരിക്കാം. എന്തൊക്കെ ജാതി ഓരോ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. അങ്ങനെ എന്താ പറയുക, കൊണ്ടുവരുന്നതേ കിച്ചണിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ പുകയും തീയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. ഓരോ ടേബിളിലേക്ക് കൊണ്ടുവരുന്നത് കാണാം. ഓരോരോ റെസ്റ്റോറൻറ്റിൻ്റെ പ്രസിദ്ധി അങ്ങനെയാണ്. തുടർന്ന് തമോ ഗുണികളുടെ ആഹാരം അതെന്താ? യാതയാമം ഗദരസം പൂതിപര്യുഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. തമോ ഗുണികൾക്ക് പ്രിയപ്പെട്ടത് എന്താണ്? യാതയാമം, പാകം ചെയ്തിട്ട് സമയം കുറേ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ വൈകിയത്. പാകം ചെയ്ത് ചിലപ്പോൾ 2 ദിവസം 3 ദിവസമായിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ വെച്ച്. അതങ്ങനെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, ഫ്രിഡ്ജിൽ വെച്ചതോ വയ്ക്കാത്തതോ ഒക്കെ ആയിട്ട്. യാതയാം. ഗതരസം, അതിൽ നിന്ന് അതിൻ്റെ രസം ശരിക്കും പോയിട്ടുണ്ടാവും, എന്നിട്ട് വേറൊരു രസം വന്നിട്ടുണ്ടാവും. പൂതി പര്യുഷിതം ചെയ്ത്, ഒരു മണം, വേറൊരു മണമുണ്ട്, അതിൻ്റെ ശരിയായിട്ടുള്ള മണമല്ല. ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് മണത്ത് നോക്കും, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒറിജിനൽ മണം മാറിയിട്ട് ഒരു വളിച്ചത് മണം ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഉച്ഛിഷ്ടം, കഴിച്ച് ബാക്കി വെച്ചതാ. ആരെങ്കിലും ബാക്കി വെച്ചോ അല്ലെങ്കിൽ മൂപ്പരനെ ബാക്കി വെച്ചോ. അമേദ്യം ച എന്ന് പറഞ്ഞാൽ ഈച്ചയൊക്കെ അതൊക്കെ വന്നിരുന്ന് അങ്ങനെ ആയിട്ടുണ്ടാവും. അമേദ്യത്തിന് വേറൊരു വാക്കാണ്, അർത്ഥമാണുള്ളത്, എന്നാലും ഇവിടെ അങ്ങനെയാണ്. യത് ഭോജനം, അങ്ങനെ ഏത് ഭക്ഷണമുണ്ടോ, തത് താമസപ്രിയം, അത് തമോ ഗുണികൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ്. രാവിലെ ഭാര്യ നല്ല ദോശ, ചൂടോടെ ദോശ ഉണ്ടാക്കി, ചട്ടണിയുണ്ട്, പൊടിയുണ്ട്, ചമ്മന്തിയുണ്ട്. അങ്ങനെ ഇതൊക്കെ മൂപ്പർക്ക് ചൂടോടെ കൊണ്ട് ചുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മൂപ്പര് ചോദിക്കുക, ആ മിഞ്ഞാന്നത്തെ ഒരു കറി ഉണ്ടായിരുന്നല്ലോ, ഏത്? ആ മത്തിക്കറി. അത് തീർന്നോ? തീർന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്, അത് ഉണ്ട് ഫ്രിഡ്ജിൽ, ഇപ്പോൾ വേണോ ചേട്ടന്? അതെടുക്കുക, അത് നന്നു. അതിനിപ്പോൾ ഞാൻ ചൂടാക്കൊന്നും വേണ്ട, അതുകൊണ്ടൊക്കെ എടുത്തോ. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ആ മത്തിയൊക്കെ വേറെന്തോ ഒരു രൂപത്തിലായിട്ടുണ്ട്. എന്നാലും മൂപ്പർക്ക് അത് വേണം രാവിലെ. അങ്ങനെ ഈ വളിച്ചത്, പുളിച്ചത്, അതിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടത്
ഈ രാവിലെ തന്നെ ഇത് കഴിക്കുക അല്ലെങ്കിൽ വേറൊന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ. അപ്പം ഇങ്ങനെ സാത്വികവും രാജസികവും താമസികവുമായത് നമ്മൾ ഒരേ സമയം തന്നെ കഴിക്കുന്നുണ്ട്. അത് മാത്രം കഴിക്കുന്നവനുണ്ട്. അതാണ് താല്പര്യം. മറ്റത് വേണ്ടാന്ന് പറയും. ഈ വളിച്ച് പൊളിച്ച് ഇരിക്കുന്നത് എന്തുകൊണ്ടാണത്? ഈ ഗുണം നമ്മളിൽ ഉള്ള സമയത്ത് നമ്മൾ ഈ ആഹാരത്തെ സ്വീകരിക്കുന്നു, ഇത്തരം ആഹാരങ്ങളെ സ്വീകരിക്കുന്നു. അല്ലെങ്കിലോ അങ്ങനെയുള്ള ആഹാരങ്ങൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ആഹാരത്തിന് പലപ്പോഴും സമയം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ സാധാരണഗതിയിൽ ഈ തമോ ഗുണപ്രധാനമായിട്ടുള്ളതും രജോ ഗുണപ്രധാനമായിട്ടുള്ള ആഹാരം പൊതുവെ ആളുകൾ സ്വീകരിക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ അതൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. ജിലേബിയും മത്തിക്കറി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹലുവയും മത്തിക്കറി ഒക്കെ പറയാം, എന്ത് ഭയങ്കര കോമ്പിനേഷനാണ് അത്ര. ഈ യൂട്യൂബിൽ കണ്ടു ഒരേ പാചകത്തിൻ്റെ ഇത് പറയുന്ന ഒരു വിദ്വാൻ പഴം പുഴുങ്ങിയതും ബീഫും ഒന്ന് ആലോചിച്ച് നോക്കണേ. നേന്ത്രപ്പഴം പുഴുങ്ങിയത്, ബീഫ്, എന്തൊക്കെ ജാതി കോമ്പിനേഷൻ എന്നറിയും. പല പല കോമ്പിനേഷൻ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഈ ആഹാരം നമ്മുടെ ആയുസ്സിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്ങനെയാണ് ആഹാരം, കഴിച്ച ആഹാരം മൂന്നായി പിരിഞ്ഞ്, ഇവിടുത്തെ പറയുന്ന മൂന്നല്ല, അതിൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണമായിരിക്കുന്ന മൂന്നായി പിരിഞ്ഞ് മൂന്ന് പ്രകാരത്തിൽ അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതാണ് ഈ ചാന്തോക്യോപനിഷത്തിലെ 6-ാം അധ്യായ തത്വമസി മഹാവാക്യ വിചാരത്തിൽ ഉള്ളത്. നമ്മൾ ഈ ഈശാവാസ്യവും അതുപോലെ തത്വമസിയൊക്കെ ഈ ഗീത കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അതുപോലെ ഈ പുരഞ്ജനോപാഖ്യാനം ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് ഇത് കഴിഞ്ഞിട്ട് അത് പഠിക്കാം. അപ്പോൾ കുറേയും കൂടെ ഈ ഭാഗങ്ങൾ വിസ്തരിച്ച് തന്നെ മനസ്സിലാവും. വളരെ നന്നായിട്ട് അവിടെ ഒരു എക്സ്പെരിമെൻ്റൊക്കെ നടത്തുന്നുണ്ട് ഉദ്ദാലകൻ ശ്വേതകേതുവിൽ. ഇങ്ങനെ യാതയാമം ഗതരസം പൂതി പര്യുഷിതം ചെയ്യത് ഉച്ഛിഷ്ടം അഭിചാമേദ്യം ഭോജനം താമസപ്രിയം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ആ തമോ ഗുണത്തിൻ്റെ ആധിക്യത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവാൻ കാരണം. തുടർന്ന് ആഹാരം കഴിഞ്ഞു. ഇനി യജ്ഞത്തെക്കുറിച്ചും ദാനത്തെക്കുറിച്ചും തപസ്സിനെക്കുറിച്ചും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ 3 വിധത്തിലുള്ള ആഹാരങ്ങൾ 3 ആളുകൾക്ക്, ഈ യുക്തിവാദികൾ പറയുന്നത് അങ്ങനെയാണ്. ബ്രാഹ്മണർക്ക് ഇന്ന ആഹാരം വിധിച്ചു, ഇന്ന ആൾക്ക് ഇന്ന ആഹാരം, ഈ ശൂദ്രന്മാർക്ക് ഇന്ന് ഇതൊക്കെയാണ് ഗീത പറഞ്ഞത്, നീ ഇതൊക്കെ കഴിച്ചാൽ മതി. ഗീത അങ്ങനെയല്ല പറയുന്നത്. ഇത് കഴിക്കുന്ന, നിങ്ങളിപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആൾ ഇതൊക്കെ കഴിക്കുന്ന ആളാണ്, ഇതാണ് അയാൾക്ക് ഇഷ്ടം ഉണ്ടാവുക ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ എന്നുള്ളത് ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഗുണങ്ങൾക്കനുസൃതമായി ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, വ്യക്തിത്വത്തിൽ എങ്ങനെയാണ് ഇത് വർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അത് പറയാനാണ് ഇവിടെ ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാതെ മറ്റൊന്നിനല്ല. ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലെ ഒരു കൂട്ടം ആളുകളെ വിഭജിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ വിഭജിച്ച് ഇന്നവൻ ഇന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഏർപ്പാടല്ല. ഇനി മുന്നിലേക്ക് വരുമ്പോൾ അത് വൃത്തിയായിട്ട് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് കൂടുതൽ വ്യക്തത കിട്ടും. ഗീതയിൽ നിന്ന് തന്നെ അതിന് വ്യക്തതയുണ്ടാവും. പിന്നെ ഗീത പറയാത്തത് നിങ്ങൾ ഗീതയുടെ തലയിൽ വെച്ച് കെട്ടുന്നത് അത് നിങ്ങളുടെ ദുഷ്ടലാക്കാണ്. ഒന്നുകിൽ നിങ്ങൾക്കത് അറിയില്ല, അല്ലെങ്കിൽ ബോധപൂർവ്വം ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം
പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.